Characteristic exercise Brunstone exercise അതിൽ characteristic exercise നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻസിഡന്റ് ഇലക്ട്രോണെ ഒരു ആറ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അതിന്റെ ഇന്നർ ഓർബിറ്റിലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇന്നർ ഓർബിറ്റിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന് ആ ഇന്നർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണ് അതെന്ത് ചെയ്യും, പുറത്തേക്ക് വെളിയെ തള്ളിക്കളയും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ ഇന്നർ ഓർബിറ്റിൽ ഒരു വാക്കൻസി വരും. ഇന്നർ ഓർബിറ്റിൽ എന്ത് വരും, ഒരു വാക്കൻസി നമുക്ക് വരും. ഈ വാക്കൻസി വരുമ്പോ ഇതിന് സ്റ്റേബിൾ ആവുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോണ് അതിന്റെ ഒരു ഇലക്ട്രോണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എപ്പോഴും സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ ഈ ആറ്റം എന്ത് ചെയ്യും, അൺസ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അതിന് ഇവിടെ ഒരു വാക്കൻസി വന്നു. അപ്പൊ അതിന്റെ വാക്കൻസി ഫില്ല് ചെയ്യണം. ഓക്കെ, ഈ ഒരു വാക്കൻസി അതിന് ഫില്ല് ചെയ്യണം. അപ്പൊ അതെന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഔട്ടർ ഓർബിറ്റൽസ്, അതിന്റെ വെളിയിലുള്ള ഓർബിറ്റൽസ്, ആ ആറ്റത്തിന്റെ വെളിയിലുള്ള ഓർബിറ്റൽസ്, ഈ വെളിയിലുള്ള ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഉള്ളിലോട്ട്, ഈ വെളിയിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഉള്ളിലോട്ട് പോയിട്ട് ആ വാക്കൻസി ഫില്ലാവും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വെളിയിലുള്ള ഇലക്ട്രോൺസിന്റെ വെളിയിലുള്ള ഓർബിറ്റൽസ്, ഇതിന്റെ പുറത്തുള്ള ഓർബിറ്റൽസിൽ എന്തായിരിക്കും, എനർജി കൂടുതലായിരിക്കും. സോ അതിന് സ്ട്രോങ് ബൈൻഡിങ് ഫോഴ്സ് ഉണ്ടാവും. ആ ആക്റ്റീവായിട്ട് സ്ട്രോങ് ബൈൻഡിങ് ഫോഴ്സ് ആയിരിക്കും പുറത്തുള്ള ഓർബിറ്റൽസിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഈ പുറത്തുള്ള ഓർബിറ്റൽസിൽ ഉള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, അത് ഉള്ളിലേക്ക് വലിക്കും. പുറത്തുള്ള ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിനെ അത് എവിടെ നിന്നാവാം. അപ്പൊ ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ടാവും. അപ്പൊ ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ഓർബിറ്റൽസിന് ഇലക്ട്രോൺസ് എടുത്തിട്ട് അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് അതിന്റെ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ പുറത്തുള്ള ഓർബിറ്റൽസിന് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് എടുത്തിട്ട് ഫില്ല് ചെയ്യും. എവിടെന്നെങ്കിലും ചെയ്യും. അടുത്തുള്ള ഓർബിറ്റൽസിന് ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ ആൽഫ കെ ആൽഫ എക്സ്റേ എന്ന് പറയുന്നു. നേരെ മറിച്ച് പുറത്തത്തെ ഓർബിറ്റൽസ് എടുക്കുകയാണെങ്കിൽ കെ ബീറ്റ എക്സ്റേ അല്ല, ഇതിന്റെ ലൈൻ എന്ന് പറയുന്നതാണ് കെ ആൽഫ ലൈൻ, അതുപോലെ തന്നെ കെ ബീറ്റ ലൈൻ. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ആ പാത്തിനെ പറയുന്ന പേരാണ്, ഈ പോകുന്ന പാത്തിനെ പറയുന്ന പേരാണ്, ഇതിന്റെ ആ പോകുന്ന വഴിയെ പറയുന്ന പേരാണ് കെ ആൽഫ ലൈൻ എന്ന് പറയുന്നു. അടുത്തുള്ള ഓർബിറ്റൽസിന് ഇലക്ട്രോൺസിനെ എടുത്താൽ കെ ആൽഫ ലൈൻ എന്ന് പറയുന്നു. എവിടെയുള്ള ഓർബിറ്റൽസ് എന്നാണ് എടുക്കുന്നതെങ്കിൽ കെ ബീറ്റ ലൈൻ എന്ന് പറയുന്നു. ജസ്റ്റ് റിമെമ്പർ ചെയ്യുന്നുള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പുറത്തത്തെ ഓർബിറ്റൽസിന് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ എടുത്ത് അതിന്റെ ആ വാക്കൻസി എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഇതിന് ഹൈ എനർജിയാണ്. എവിടെയുള്ള ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ഹൈ ബൈൻഡിങ് എനർജിയാണ്. അപ്പൊ അത് ഉള്ളിലോട്ട് പോകുമ്പോൾ അതിന് അത്ര ബൈൻഡിങ് എനർജി ആവശ്യമില്ല, കുറച്ച് ബൈൻഡിങ് എനർജി മാറ്റി. അതിന് ഇന്നർ ഓർബിറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി മാറ്റി. അപ്പോ അതെന്ത് ചെയ്യും, ഇവിടെ നിന്ന് ലോ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിന് എക്സസ് ആയിട്ടുള്ള എനർജി, അതിന് അധികമായിട്ട് അതിന്റെ കൈവശമുള്ള ആ എനർജി എന്ത് ചെയ്യും, അത് എക്സ്റേസ് ആയിട്ട് പുറത്തേക്ക് വിടുന്നു. എക്സ്റേസ് ആയിട്ട് പുറത്തേക്ക് വിടുന്നു. ഓക്കെ, ഈ ഹൈ എനർജി ഉള്ള ഇലക്ട്രോൺസ് ലോ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിന് എനർജി എക്സസ് ആണ്. ആ എക്സസ് ആയിട്ടുള്ള എനർജി അത് എക്സ്റേസ് ആയിട്ട് പുറത്തേക്ക് വിടുന്നു. അതാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സിനാരിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് അടുത്ത സ്റ്റേജിൽ. ഇപ്പോ ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഫർദർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബ്രംസ്റ്റോൺ എക്സ്റേസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓർബിറ്റൽസോ ഇലക്ട്രോൺസോ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ വരുന്നില്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ന്യൂക്ലിയസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. അതിന്റെ ന്യൂക്ലിയർ ഇന്ററാക്ഷൻ ആണ് ബ്രംസ്റ്റോൺ എക്സ്റേസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് എക്സ്റേസ്. നമുക്ക് പറയാൻ ഈസിക്ക് വേണ്ടിട്ട് നമ്മൾ ബ്രേക്കിംഗ് റേഡിയേഷൻ പറയാം. ഈ ബ്രേക്കിംഗ് എക്സ്റേസ് ഉണ്ടാവുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു ഇലക്ട്രോൺ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിന്റെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഇലക്ട്രോൺ നമുക്ക് എപ്പോഴും ഫിലമെന്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുന്ന ആ ഹൈ ആക്സിലറേറ്റിംഗ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ന്യൂക്ലിയസിലേക്ക് നമ്മൾ ന്യൂക്ലിയസിന്റെ
അടുത്തേക്ക് കൂടെ നമ്മൾ സഞ്ചരിപ്പിക്കുന്നു. അപ്പൊ ഇതിന് ഹൈ എനർജിയാണ് ഈ വരുന്ന ഇലക്ട്രോൺ. ഹൈ എനർജി ഇലക്ട്രോൺസിനാണ് പറയുന്നത് ന്യൂക്ലിയർ ഇന്ററാക്ഷൻ വരുന്നു. അപ്പൊ ന്യൂക്ലിയസിന്റെ അടുത്ത് എപ്പോഴും പവർ കൂടുതലായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യും? ഈ വരുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും, അടുത്തേക്ക് വലിക്കും. സ്വാഭാവികമായിട്ടും നമ്മളുടെ അടുത്തേക്ക് ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരാൾ നമ്മൾ ശക്തിയായിട്ട് അയാളെ വലിക്കാന്ന് വെച്ചോ. അപ്പൊ അയാൾക്ക് സ്വാഭാവികമായിട്ട് അയാൾ ഓടുമ്പോൾ അയാളെ ആ ഒരു എനർജി കുറയും. നമ്മളിപ്പോ ഒരാളുടെ അടുത്തേക്ക് ഓടി പോവാണ്, അതേസമയം അയാൾ നമ്മളൊരു കയറെടുത്ത് നമ്മളെ അയാളെ വലിക്കാന്ന് വെച്ചോ. സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ ഓടി വരികയാണ്, ആ ഓടി വരുന്ന ആളെ നമ്മൾ പെട്ടെന്ന് ഒരു വലിക്കാന്ന് വെച്ചാല് അയാൾക്ക് ആ എനർജി പോകും. അതേ സംഭവം തന്നെ ഇവിടെ സംഭവിക്കുന്നു. ഹൈ എനർജിയുള്ള ഈ ഇലക്ട്രോൺസ് വെളിയിൽ നിന്ന് വരുമ്പോൾ ആ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? നന്നായി അട്രാക്ട് ചെയ്യും. ഈ അട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോണിന് എന്ത് സംഭവിക്കും? ഒരു എലാസ്റ്റിക് കൊളീഷൻ നടക്കും. എലാസ്റ്റിക് കൊളീഷൻ എന്നാണ് നമുക്ക് പറയാം. അപ്പോ ഈ എലാസ്റ്റിക് കൊളീഷൻ നടക്കുന്നത് തന്നെ അതിന്റെ എനർജി എന്ത് ചെയ്യും? അത് പോയി. അതിനെ സ്വാഭാവിക ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലേക്ക് വരുമ്പോൾ ആ ന്യൂക്ലിയസ് അതിനെ അട്രാക്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ആ വരുന്ന ആ ഇലക്ട്രോണിന്റെ എനർജി എന്താവും? അത് റേഡിയേഷൻ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ ഒരു എനർജി ഇല്ലാതെ ഒരു എലാസ്റ്റിക് ഇലക്ട്രോൺ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. എലാസ്റ്റിക് ഇലക്ട്രോൺ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. നേരെ മറിച്ച് ഇതുപോലെ ഒരു സിറ്റുവേഷൻ കൂടെ നടക്കാം. സപ്പോസ് ഒരു ഇലക്ട്രോൺ വന്നു ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, അതിന്റെ എനർജി പോയില്ല, അത് എനർജി പോകാതെ പുറത്തേക്ക് പോയി, അതിന്റെ റേഡിയേഷൻ നമുക്കൊന്നും കിട്ടില്ല. ആ കൊളീഷനെ നമ്മൾ ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നു. ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നു. അപ്പൊ രണ്ട് കൊളീഷനാണ് എലാസ്റ്റിക് കൊളീഷൻ. എലാസ്റ്റിക് കൊളീഷൻ നടക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് എക്സ്റേസ് കിട്ടുക. ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അതിന് എനർജി ലോസ് ഒന്നും വരില്ല, അത് വന്ന പോലെ അത് പുറത്തേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ഓർബിറ്റ് ആയിട്ട് ഇന്ററാക്ഷനും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ന്യൂക്ലിയസ് ആയിട്ടാണ് ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. രണ്ട് ടൈപ്പ് ഇന്ററാക്ഷൻ മൂലമാണ് എക്സ്റേസ് ഉണ്ടാവുന്നത് പഠിച്ചു. ഈ രണ്ട് ടൈപ്പ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഓർബിറ്റൽ ഇന്ററാക്ഷൻ ആണ്, രണ്ടാമത്തെ ന്യൂക്ലിയർ ഇന്ററാക്ഷൻ ആണ്. ഓർബിറ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആറ്റത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ഓർബിറ്റൽസ് ഉണ്ട്, ആ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കുന്ന ഓരോ ഓർബിറ്റിലെ ഓരോ ഇലക്ട്രോൺസിനെ എന്തെയ്ക്കും? അത് സ്ട്രോങ് ബൈൻഡിങ് എനർജി വെച്ചിട്ടാണ് അത് അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അതൊരു അതിന്റെ ഷേപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ഷേപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു സ്ട്രോങ് ബൈൻഡിങ് എനർജി വെച്ചിട്ടാണ്. ഈ ബൈൻഡിങ് എനർജി ഉള്ള ഇലക്ട്രോൺസിനെ ഒരു പുറത്തുനിന്ന് നമ്മളൊരു ഇലക്ട്രോൺസ് അതിനെ ഹിറ്റ് ചെയ്യിപ്പിക്കുന്നു, അതിലേക്ക് ബോംബാർഡ് ചെയ്യിപ്പിക്കുന്നു, അതിലേക്ക് ഇടിപ്പിക്കുന്നു. ഇടിച്ചിട്ട് ആ ഇലക്ട്രോണിനെ തെറിപ്പിച്ച് പോകുന്ന ഇലക്ട്രോൺ വെളിയിൽ പോകും. അതുപോലെ തന്നെ അവിടെയുള്ള നോർമലായിട്ട് അവിടെ ഉള്ള ഇലക്ട്രോൺസിന് നമ്മൾ പുറത്തേക്ക് തള്ളുന്നു. അപ്പോ അതെന്ത് ചെയ്യും? അവിടെ ഒരു വാക്കൻസി വരുന്നു, അവിടെ ഒരു ഒഴിവ് വരുന്നു. ആ ഒഴിവിലേക്ക് സ്വാഭാവികമായിട്ടും ആ ആറ്റം അതിന്റെ അതിന്റെ അടുത്തുള്ള ഓർബിറ്റ്സ് എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കാൻ ശ്രമിക്കും. എന്നിട്ട് എപ്പോഴും പുറത്തെ ഓർബിറ്റിലായിരിക്കും വാക്കൻസി ഉണ്ടാവുക. നിങ്ങളിപ്പോ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ കെമിസ്ട്രിയിൽ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ 2882 അല്ലെങ്കിൽ 2881 ഒരു വാലൻസ് വന്നാൽ എപ്പോഴും ഔട്ടർ ഓർബിറ്റിലായിരിക്കും ആ വാലൻസ് ഇലക്ട്രോൺസ് എപ്പോഴും ഔട്ടർ ഓർബിറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു വാക്കൻസി വന്നു, ആ വാക്കൻസി എന്ത് ചെയ്തു? ഹൈ എനർജി സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ അതിലേക്ക് ആ വാക്കൻസി ഫില്ല് ചെയ്യിപ്പിച്ചു. ഹൈ എനർജിയുള്ള ഇലക്ട്രോണിനെ ലോ എനർജി സ്റ്റേറ്റിലുള്ള വാക്കൻസിയിലേക്ക് കൊണ്ടുവന്ന് ആ വാക്കൻസി ഫില്ല് ചെയ്യിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഹൈ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന് ഇന്റർ ഓർബിറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ എനർജി ഒരു കൺവേർഷൻ നടക്കുന്നു. എനർജി കുറഞ്ഞ സ്റ്റേറ്റിലാണ് പോകുന്നത്. അതിന് ഹൈ എനർജി ഉണ്ട്, പക്ഷെ അത് പുതുതായിട്ട് പോകുന്ന സ്ഥലത്ത് അതിന് എനർജി ആവശ്യമില്ല, ഹൈ എനർജി ആവശ്യമില്ല, അവിടെ ലോ എനർജി മതി. അപ്പൊ അതെന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിന്റെ ഈ
താഴെ സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ട എനർജി എടുത്തിട്ട് ആ എനർജി ഒഴികെയുള്ള എല്ലാ എനർജിയും നമുക്ക് എക്സറേസ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് അത് വിടുന്നു. എക്സറേസ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വിടുന്നു. ഈ എക്സറേസിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എക്സറേസ് എന്ന് പറയുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. ഇത് അടുത്തുള്ള ഓർബിറ്റിൽ നിന്നാണെങ്കിൽ ഇപ്പൊ ഒരു വാക്കൻസി വന്നാൽ അതിന്റെ അടുത്തുള്ള ഓർബിറ്റിൽസ് നിന്നാണ് അത് ഇലക്ട്രോൺസിനെ എടുത്തിട്ട് അതിന്റെ വാക്കൻസി ഫില്ല് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പാത്ത്, ആ പോകുന്ന വഴി ഈ അടുത്തുള്ള ഓർബിറ്റിന് അതിന്റെ അടുത്തുള്ള ആ വാക്കൻസി വന്ന ഓർബിറ്റിലേക്ക് പോകുന്ന ആ ലൈനിനെ നമ്മൾ കെ ആൽഫ ലൈൻ എന്ന് പറയുന്നു. നേരെ മറിച്ച് അതിന്റെ ദൂരെയുള്ള ഓർബിറ്റൽസ് നിന്നാണ് അത് അവിടേക്ക് ഇലക്ട്രോൺസിനെ എടുത്തിട്ട് ഫില്ല് ചെയ്യുന്നത് എങ്കിൽ അതിനെ കെ ബീറ്റ ലൈൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ബ്രംസ്ട്രോൺ അല്ലെങ്കിൽ ബ്രേക്കിംഗ് റേഡിയേഷൻ ആണ്. ബ്രേക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യിക്കുന്നു. സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസിന്റെ അടുത്ത് അതിന്റെ സെൻട്രൽ ഭാഗത്ത് ഹൈ എനർജി ആയിരിക്കും, എനർജി വളരെ കൂടുതലായിരിക്കും, അതിന്റെ ന്യൂക്ലിയർ ലെവലില് എനർജി കൂടുതലായിരിക്കും. സോ അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഇലക്ട്രോൺസിനെ നമ്മൾ ഇതിലേക്ക് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഡീആക്സിലറേറ്റ് ചെയ്യുന്നു. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ നമ്മൾ പോകുന്നത്, നേരെ അതിന്റെ ഓപ്പോസിറ്റ് നല്ല സ്പീഡിലേക്ക് നമ്മൾ അതിനോട് വലിച്ചെടുക്കുന്നതിന് ഡീആക്സിലറേഷൻ എന്ന് പറയും. അപ്പോ ഈ വരുന്ന ഇലക്ട്രോൺസിന് സ്വാഭാവികമായിട്ടും ഈ ന്യൂക്ലിയസിന് ഡീആക്സിലറേറ്റ് ചെയ്യും, അതായത് അതിനെ അടുത്തേക്ക് വലിപ്പിക്കുന്നു. നല്ല ഹൈ എനർജിയിൽ വരുന്ന ഒരു ഇലക്ട്രോൺസിനെ നമ്മൾ നമ്മളിലേക്ക് വലിച്ചെടുക്കുന്നു, ആ ന്യൂക്ലിയർ ലെവലിലേക്ക് നമ്മൾ അതിനെ നന്നായി അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അട്രാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആ എനർജി, അതിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതിന്റെ എനർജി, അത് കൈനറ്റിക് എനർജിയാണ്, അത് വരാൻ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി തന്നെ. ആ കൈനറ്റിക് എനർജി നമ്മൾ ഡീആക്സിലറേറ്റ് ചെയ്യുന്നു, ആ എനർജിനെ നമ്മൾ ആഗികരണം ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ എനർജി പോകുന്നു, അത് അതുപോലെ തന്നെ വെളിയിലേക്ക് പോകുന്നു, അതൊരു എനർജി ഇല്ലാതെ വെളിയിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ എനർജിയോടെ പോയി, ആ എനർജിയാണ് നമുക്ക് ബ്രംസ്ട്രോൺ അല്ലെങ്കിൽ ബ്രേക്കിംഗ് റേഡിയേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ബ്രേക്കിംഗ് എക്സറേസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ആ ഡീആക്സലറേറ്റ് ചെയ്യപ്പെട്ട അതിന്റെ എനർജിനെയാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഇന്ററാക്ഷൻ, ഈ ന്യൂക്ലിയർ ഇന്ററാക്ഷനിൽ രണ്ട് കൊളീഷൻ നടക്കുന്നു. കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേരുന്നതിന് കൊളീഷൻ എന്ന് പറയും. ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഇതുപോലെ തന്നെ ബ്രേക്കിംഗ് റേഡിയേഷൻ ഉണ്ടാവുള്ളൂ. ഈ വരുന്ന ഇലക്ട്രോണിനെ ഡീആക്സിലറേറ്റ് ചെയ്തിട്ട് അതിന്റെ എനർജിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സ്റേ ആയിട്ട് മാറ്റിയിട്ട് അതിനെ പുറത്തേക്ക് തള്ളുന്ന ആ ഒരു കൊളീഷനാണ് എലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺ എലാസ്റ്റിക് ഇലക്ട്രോൺ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു ചേഞ്ചും വരാതെ അത് നോർമലായിട്ട് പുറത്തേക്ക് പോയി എന്നൊക്കെ അതിന് ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നു. അതിലൂടെ അങ്ങനെ പുറത്തേക്ക് ഒരു മാറ്റവും വരാതെ പുറത്തു പോകുന്ന ഇലക്ട്രോൺ നമ്മൾ ഇൻഎലാസ്റ്റിക് ഇലക്ട്രോൺ എന്ന് പറയുന്നു.